ഓ മൈ ഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ഇന്നത്തെ വിഷു സ്പെഷ്യലിന്റെ മേക്ക് ഓവർ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിന്ന് മേക്കപ്പ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രുതിക സുരേഷിനെയാണ് പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രുതികയ്ക്ക് എന്ത് പ്രാങ്കാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് വിഷു സ്പെഷ്യലിലൂടെ കാണാം. ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു പോവാം. അനുഭവങ്ങളായിട്ടങ്ങ് പറഞ്ഞു പോകാം. ശ്രുതികയുടെ അനുഭവങ്ങൾ കുഴപ്പിക്കുന്നതൊന്നുമില്ല. നാച്ചുറലി വളരെ കാഷ്വൽ ആയിട്ടുള്ള സംഭവം. ഇന്നത്തെ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെയും കൂടെ വെച്ചിട്ട് ഒരു കൃഷ്ണവേഷം കിട്ടിയ ഒരു ആർട്ടിസ്റ്റിനെയും കൂടെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു കണക്ഷനായിട്ട് വേറൊരു എക്സ്പാൻഷൻ കൂടി ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സംഭവം. ഞാൻ ബാക്കിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ശ്രുതികയുടെ വിഷുക്കാല ഓർമ്മകൾ എന്തൊക്കെയാണ്? എല്ലാരെയും പോലെ ഓർമ്മകൾ പറയുമ്പോൾ കണി വെക്കുക, കണിയുടെ സാധനങ്ങൾ എല്ലാം ഒപ്പിച്ച് കറക്റ്റ് അതിന് മുന്നേ കണിക്കൊന്ന ഉണ്ടാവും. വിഷു ആകുമ്പോൾ കണിക്കൊന്ന എല്ലാം പോവും. പിന്നെ മരത്തിൽ കയറി മുകളിലൊക്കെ ഉള്ളത് പിച്ചി, അതൊക്കെ തന്നെയാണ് ഓർമ്മകൾ. പിന്നെന്താ, ആ ദിവസം നല്ല സദ്യ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങളിലെ സദ്യ അങ്ങനെ വീട്ടിലുണ്ടാക്കുകയുള്ളൂ. അപ്പോൾ വിഷു, പിന്നെ അമ്പലത്തിലെ ഉത്സവം, അപ്പം അതൊക്കെ വരാൻ ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ ഇതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കുക, ഇതൊക്കെയാണ് ഓർമ്മകൾ. എന്തൊക്കെയാണ് കണി ഒരുക്കുന്നതിൽ ഉള്ള വിഭവങ്ങൾ? എന്തൊക്കെയാണ്? ഏറ്റവും ഇഷ്ടം ലഡു. അത് കഴിക്കുന്ന കാര്യത്തിൽ അല്ല, ഞാൻ കണി ഒരുക്കുമ്പോൾ നമുക്ക് കാർഷിക വിഭവങ്ങളെല്ലാം വേണമല്ലോ. അപ്പൊ അതെന്തൊക്കെയായിരുന്നു അന്നൊക്കെ കളക്ട് ചെയ്തിരുന്നത്? നമുക്ക് നോർമലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങും. എന്താ, ഈ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വാങ്ങും. പിന്നെ ഈ ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച്, കരിക്ക് അങ്ങനെയെല്ലാം ഒക്കെ സംഘടിപ്പിച്ചെടുക്കും. മാങ്ങ, കണ്ണിമാങ്ങ, പഴുത്ത മാങ്ങ എല്ലാം വേണമല്ലോ, കുഞ്ഞു ചക്ക. അപ്പോൾ അതൊക്കെ ഇടാനായിട്ട് ഉള്ള ഓട്ടത്തിലായിരിക്കും. ലൊക്കേഷനിലെ വിഷു ആഘോഷം എങ്ങനെയാണ്? ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഈ ഇത്തവണത്തെ വിഷു എന്തായാലും ലൊക്കേഷനിലായിരിക്കും എന്ന് തോന്നുന്നു. വിഷുവിന് ഇപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? വിഷുവിന് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ വിഷു പാട്ടുകൾ, പാട്ട് പാടുന്ന ആളാണോ? അല്ല, ഒരിക്കലും പാടില്ല. ഓക്കെ. അപ്പോൾ എന്താണ് വിഷു പാട്ടുകൾ എന്ന് പറയാൻ പറ്റുന്നത്? മനസ്സിൽ വരുന്ന പാട്ട് ഏതായിരുന്നു? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിക്കരുത്. വിഷു അങ്ങനെയുള്ള പാട്ടുകളൊന്നും വരുന്നില്ല? ഇല്ല. എന്നാലും നമ്മൾ രാവിലെ കണി കാണുന്ന സമയത്ത് നമ്മൾ പറയുന്ന പാടുന്ന പാട്ടുണ്ടല്ലോ, അതെന്താണ് സംഭവം? അങ്ങനൊന്നും ചോദിക്കും. അത് എവിടെയെങ്കിലും സൈഡിലേക്ക് എവിടെയെങ്കിലും വെക്കട്ടോ. ഏയ് സുനീഷേ സാറേ, നിങ്ങൾ നേരത്തെ രാവിലെ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇത് വെക്കാനാണ് നിങ്ങൾ നേരത്തെ രാത്രിയിൽ സാറെ വിളിച്ച് പറഞ്ഞത്. ഈ രാത്രി വിളിച്ചു പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഈ കിടന്ന് പാടില്ല. രാവിലെ അവൾ മേക്കപ്പ് ഇട്ടി 2 അവന്മാരുണ്ടായിരുന്നു. അവന്മാർ സ്ഥിരം പറഞ്ഞവന്മാരെ പോയി, അവർക്ക് ജോലിയുണ്ട്. അല്ല, ഇതിനകത്ത് വിഷയം നമ്മൾ തുടക്കത്തിൽ തന്നെ വെച്ച് പോകാനാണ് എനിക്ക് തുടക്കത്തിൽ എടുത്തത്. നമ്മൾ കാണാത്തതുകൊണ്ടാണ്. ഇത് 2 പേരെ ആളില്ല സാർ മേക്കപ്പ് ചെയ്ത്. അവർ മേക്കപ്പ് ആക്കിയിട്ടുണ്ടേ 2 പേരെ ഞാൻ വേറെ നമ്മൾ അസിസ്റ്റന്റ് വിളിച്ച് പറഞ്ഞാൽ അവനാണ് കൊണ്ടുവന്നത്. കൃഷ്ണന്റെ കാര്യം തന്നെ അവർ 2 പേരോട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോസ്റ്റ്യൂം പറഞ്ഞ് താമസിക്കും. തിരുവനന്തപുരത്താണ് കോസ്റ്റ്യൂം പറഞ്ഞത്. ഒരാളെ ബസ്സിൽ കൊണ്ടുവരണതേ ഉള്ളൂ. അപ്പോൾ ഇനി താമസിക്കുമോ? സംബന്ധം ഉച്ചയ്ക്ക് സുധീക്ക് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ സാറ് രാത്രിയിൽ സാറെ വിളിച്ചു 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. സാർ ഇന്നലെ രാത്രി അത്യാവശ്യം വിളിച്ചു പറഞ്ഞല്ലേ. അവളെ എനിക്കുണ്ടായിരുന്നു. അവൾ രാവിലെ എന്താണെന്നറിയാം, തുടക്കത്തിൽ നമ്മൾ ഇത് വെച്ച് തുടങ്ങുന്നത് കണിയുടെ ഒരു ഫീൽ വെച്ച് തുടങ്ങാനാണ് നമ്മൾ പ്ലാനിങ് ആയിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അവർ ഒരിക്കലും വരാൻ പറ്റും. ഒരു മേക്കപ്പ് ഉണ്ട്, അവനെ തലയിരിച്ച് അവനെ അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല. അപ്പോൾ അവന്മാർ 2 എണ്ണത്തിന് അവിടെ വന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഇരിക്കും, എനിക്കൊരു 5-6 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലാണ് ഇത് വേണ്ടത് നമുക്ക്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിൽക്കുക കേട്ടോ. നിങ്ങൾ കുറച്ചൊന്ന് മാറി തുടരാം. കണി കാണും നേരം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട്, പ്രത്യേകിച്ച് കൃഷ്ണനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ വരുന്നതാണ്. എന്താണ് 2 വരി അയ്യോ ഇല്ല പറ്റുമോ?
പാട്ടൊന്നും വേണ്ട. എന്തായാലും നീ പെട്ടെന്ന് പറഞ്ഞേ വളഞ്ഞോട്ട് സുനീഷ് ഇല്ലെന്നാ സുനീഷ് ഷൂട്ടാണ് ഇത് എടുത്തോട്ട് ഇതെന്തൊരു സ്വഭാവം പിന്നെ ഇല്ലെന്നവൻ്റെ വിഷുവിനെ നമ്മളിതിപ്പോൾ കണി വെച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് സാധനങ്ങൾ. ഇത് ഒന്ന് ഒറ്റ നോട്ടം കഴിഞ്ഞിട്ട് ക്യാമറ നോക്കി പറയാമോ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന്? ഒന്ന് പീണിക്ക ഇത് പീണിക്ക ഇത് സുനിഷേ നിൻ്റെ അല്ല ഇത് ആർട്ടിസ്റ്റ് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത്. ഓ 10 മിനിറ്റ് നോക്കി നീ ഇത്തിരി വായ അടച്ച് മിണ്ടാതെ. ഓക്കെ റെഡിയാ കണ്ണ റെഡിയാ റെഡി ഓക്കെ. ഇനി നോക്കല്ലേ പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കുമ്പോൾ ആയിപ്പോ. പറഞ്ഞു പാവയ്ക്ക, നോക്കല്ലേ. പറഞ്ഞോ. ക്യാബേജ്, മത്തങ്ങ, ക്യാപ്സിക്കം, തക്കാളി, മാങ്ങ, മുന്തിരി, പൈനാപ്പിൾ, പഴം. അത്രേ ഉള്ളു, അത്ര ഓർമ്മശക്തിയുള്ളു. തുടരാം. അപ്പോൾ വിഷു കൃഷിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കൃഷിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വല്ല അറിയാമോ? ഇല്ല, ഒന്നും അറിയാം. കൃഷിയുമായിട്ട് നമ്മള് മറ്റേ ഇതല്ലേ കാർത്തികയല്ലേ? കാർത്തികല്ല, വിഷുവിനൊരു ബന്ധം. കാച്ചിലും ചെറിയ കാർത്തിക. ഇത് കൃഷി തണ്ണി മത്തായി ഇതെല്ലാം കൃഷിയിലുണ്ടാവണല്ലേ എല്ലാം ഇരിക്കല്ലേ മാങ്ങ. ഞാൻ ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത് നീ ഞാൻ നിന്റെ ചോദിച്ചത് വേറെ സംസാരിച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കാർഷിക വിഭവം ഈ കണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ കുറേ സംഭവങ്ങൾ ശ്രുതിക പറഞ്ഞു, അതെല്ലാം ശരിയാണ്. പക്ഷെ ശ്രുതിക പറയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി ഓർത്ത് പറയാമോ എന്തൊക്കെയായിരുന്നു എന്ന്? ഇനി ഞാൻ ഒന്നേന്ന് നോക്കണം. ഇതിലില്ലാത്തതും ഉണ്ട്. ഇതിലില്ലാത്ത ചേന, എത്ര സതീഷേ പിന്നീട് പോയോ വണ്ടി എടുത്തോണ്ട് പോയി വാങ്ങിച്ചോണ്ട് പോയാ അല്ലെ നിങ്ങൾ അടിച്ചോ? ഇത് പിന്നെ സുനീഷ നിന്റെ ആൾക്കാരാ? നിന്റെ ആളല്ലേ നീ? ചേട്ടാ അങ്ങോട്ട് സൈഡിലിട്ട് നിൽക്ക്. എത്ര സമയമായിട്ട് ഇവിടെ മേക്കപ്പ് ഇട്ടാണ് നിൽക്കണ്ടേ? നിങ്ങൾ സുനിയണ്ണമ്പലത്തിൽ വന്നതാ? കോസ്റ്റ്യൂം വന്നില്ല, കോസ്റ്റ്യൂം വരാതെ ഞങ്ങൾ എന്താന്ന് കേട്ട് അത് ബസ്സിൽ വരുന്നേ ഉള്ളൂ. കൊടുത്തില്ല നമ്മള്. അത് ഞാൻ കൊടുക്കാം നിങ്ങളെ പറഞ്ഞു വിട്ടേ. ഇത്ര മാനക്കേട് അത് കൊടുത്തു വിടും, പൈസ കൊടുത്തു വിടും. എന്നെ കൊടുത്തോ? അല്ല നിങ്ങളാണ് രണ്ടുപേരാണോ പറഞ്ഞു വിട്ടേ? ഒരു മിനിറ്റ് അവനെ വിളിക്കട്ടെ. ചോദിക്കപ്പെട്ടെന്ന് ഡേയ് ഈ 90 പൈസ കിളവന്മാരാണ് ശ്രീഷ്ട വേഷം കേട്ടാ പറഞ്ഞു വിട്ടെ. അവന്മാര് കൊട്ടൻ ചുക്കാതെയും കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന മുട്ടിലിടാൻ വേണ്ടി. നിനക്ക് തലയ്ക്കസു കൂടാ? ഈ തങ്കമണിക്കുന്ന പെണ്ണിന്റെ മുമ്പ് ഈ കിളവന്മാരെ ഞാൻ പറഞ്ഞു വിട്ടോടാ. ഒരുത്തായി സംസാരിക്കുന്ന നിങ്ങൾ സംസാരിക്കും കേട്ടാ. അവന്റെ കിളിനാഥം കേട്ടാ കേള്. നീ ഇപ്പൊ എന്താ കളവന്മാരുന്ന? പിന്നെ നമ്മളെ തന്നെടാ കിട്ടിയത്. എനിക്ക് ആവശ്യം ഞാൻ രാവിലെ വിളിച്ചപ്പോഴേ ഞാൻ എടുത്ത് പറഞ്ഞാടാ. അത് എന്റെ സ്റ്റാഫ് നിങ്ങൾ അങ്ങോട്ട് മാറി. നീ രാവിലെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ പറ്റൂല. നിങ്ങൾ മാറിയിരിക്കും. ഇങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യം മാറിയിരിക്കും. കളവനെന്ന് പറഞ്ഞ ഏത് വകുപ്പിലാടാ പറഞ്ഞത്? കളവനെന്ന് ഏത് വകുപ്പിലാടാ പറഞ്ഞത്? തൊട്ട് കളിക്കരുത്. നീങ്ങി അവിടെ ആർട്ടിസ്റ്റ് ഞാൻ എടുത്തോട്ട്. ഹലോ ചേട്ടന്മാരെ, നിങ്ങളൊന്നും മാറുന്നില്ലേ? ഒന്ന് മാറി. രാവിലെ ചേച്ചി നിങ്ങൾ രാവിലെ മേക്കപ്പ് ഇട്ടോണ്ട് അവിടെ ഇരിക്കാൻ ആ സമയത്ത് നിന്നിട്ട് കോസ്റ്റ്യൂം എന്തിനാ വരാത്തത്? എന്തിനാ കോസ്റ്റ്യൂം വരാത്തത്? തൊട്ട് കളിക്കണേ. നീ എന്റെ അടുത്ത് നീ ആടെ നിന്നെ ഞാൻ വിളിച്ചാടാ. ലൊക്കേഷനിൽ വന്നിട്ടാണ് വർത്താനം പറയേണ്ടത്. എത്ര പൈസ ഉണ്ടോ? ലൊക്കേഷനിൽ വന്നിട്ട് നിങ്ങൾ അണ്ണാ ഹലോ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ എടുത്തോട്ടെ. ഇത്തിരി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതല്ലേ ചെയ്യാൻ വേണ്ടി. നീയൊക്കെ ഭഗവാന്റെ അടുത്ത് പോവല്ലേ? ഭഗവാൻ ഈഗോ അടിക്കും. ഇവരാ എന്റെ കൂടെ. എന്ത് ഞങ്ങളൊന്ന് എന്ത് നിനക്കത് നാണക്കേടായി പോയാ? പെൺകുട്ടിയോട് സംസാരിക്കില്ല. നമ്മളോട് ഇത് എന്തോന്നറിയ ഇത്? 6 വർഷം പരാനാട്ടം കളിച്ച ടീമാണ്. 6 വർഷം കണ്ടാലും തോന്നും. ഓക്കെ നോക്കാം. റോൾ ചെയ്യാം. ഓക്കെ ശ്രുതിക, നമ്മൾ ഈ വിഷുക്കാലത്താണ് വിഷുഫലം, ഒരു വർഷത്തെ വിഷുഫലം വരുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ട്.
എങ്ങനെയാണ് ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ വിഷുഫലം കേട്ടിരുന്നോ ശ്രുതികയുടെ? അങ്ങനെയല്ല, നമ്മള് ഒരു വിശ്വാസം ഉണ്ടല്ലോ എല്ലാം എന്റെ വിശ്വാസം മൊത്തത്തിൽ നശിപ്പിച്ചില്ലേ ഈ ക്രൂവിന്? ഇനി എനിക്ക് എന്നെ വർക്കിന് വിളിക്കോ? എന്റെ വിശ്വാസം മൊത്തത്തിൽ നശിപ്പിച്ചില്ലടാ. സതീഷേ ഒന്ന് കേറി ഇവന്റെ മലയാളത്തിൽ പറ. അവന്റെ ചേട്ടാ ഇവിടെ ആക്ഷൻ പറയുമ്പോൾ സുരീഷ് ഓ ഹലോ സുഹൃത്തെ, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കണം. ഇച്ചിരി സൗണ്ട് കുറച്ച് സംസാരിക്കും. കാരണം ഞാൻ ഇപ്പൊ നിങ്ങളെ നിൽക്കുകയാണെന്നറിയാമോ? ചേട്ടാ ഇന്നത്തെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു 10-15 മിനിറ്റ് ആർട്ടിസ്റ്റിന്റെ ഇന്റർവ്യൂ ആയിട്ടാണ് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ പെർഫോമൻസ് ഇവിടെ എടുക്കാൻ. ഞാൻ രാവിലെ ഒരു 10:30 മണിക്ക് ഇവിടെ വരാനാണ് പറഞ്ഞത്. 10:30 മണിക്കാണ് വരാൻ പറഞ്ഞത്. ഷൂട്ടിന് സാറ് ആക്ഷൻ പറഞ്ഞ അനങ്ങാൻ പാടണ്ടാടാ. പലം പറഞ്ഞു ദേഹത്തോട്ട് കളിക്കരുത്. ആ കൊച്ചു മര്യാദയ്ക്ക് ആ ചേച്ചി സംസാരിച്ചു വരെ. ഞാൻ ഒരു ആർട്ടിസ്റ്റ് നിങ്ങളെ ഇത്ര മാനോട് സംസാരിക്കണം. ആ ചേച്ചി സംസാരിച്ചു വന്ന തന്നെ അവര് മര്യാദയ്ക്ക് പറയല്ലേ. അവരെ വിഷു കേട്ടാടാ നീ. ഞാൻ നിന്ന് കേട്ടോ? നീ പോ. നീ ആ സമയത്ത് എന്തിനാടാ? നീ എന്താണ് ദേഹത്തോട്ട് കളിക്കണേ? നമ്മൾ ഇതുപോലെ വിഷുവിന് കൃഷ്ണനായിട്ടും പിന്നെ നമ്മൾ എല്ലായിട്ട് പോണേണ്. ഇതുപോലെ മെറുകെട്ട ഒരുത്തൻ രാവിലെ 9 മണിക്ക് വന്ന ഞങ്ങളെ മേക്കപ്പ് ചെയ്തിട്ട് കോസ്റ്റ്യൂം തിരുവനന്തപുരത്ത് നിന്ന് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ വന്നാലേ പറ്റുള്ളൂ. നീ അവിടെ നിന്നെ ഞാൻ വിളിച്ചാ? നിന്നെ ശ്രീശങ്കർ ആണോ വിളിക്കുന്നത്? നിന്നെ ആരാ വിളിക്കുന്നത്? 10 മിനിറ്റും കൂടെ നോക്കും. ഇല്ലെങ്കിൽ 10 മിനിറ്റിനകത്ത് ഞങ്ങളുടെ കോസ്റ്റ്യൂം വന്ന് ഞങ്ങളെ ഈ ഷൂട്ടും കഴിഞ്ഞ് പോയില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നീ ഞാനായിരുന്നു യവായിരുന്നു അറിയും. സുനീഷേ നിനക്ക് ഈ പ്രൊഡക്ഷനും കാര്യങ്ങളും നമ്മളെ വർക്കും ഒക്കെ അറിയാവുന്നതല്ലേ? ഇങ്ങനെയൊക്കെ ഉള്ള ആളെയും വിളിച്ചോണ്ട് വന്നിട്ട് നമ്മളിവിടെ ഇവിടെ വന്നുകൊണ്ട് ആർട്ടിസ്റ്റിന് മുമ്പ് വെച്ചാണ് ഹലോ ചേട്ടാ, നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാലും മതി, ശബ്ദം വരണമെന്ന് ഇവിടെ. ഓക്കെ. അപ്പൊ വിഷു ഫലത്തിന്റെ കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാം. അതെ, ഞാൻ എല്ലാം പോയി. നോർമലി നമ്മൾ വിഷു കണി കാണുമല്ലോ. രാവിലെ ആ കണ്ണൊക്കെ പൊത്തി വന്ന് നമ്മൾ ഈ എല്ലാ സ്വർണ്ണം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ കണി കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു വർഷം ഇതിനൊന്നും ഒരു മുട്ട്, അന്നത്തിനോ വസ്ത്രത്തിനോ ഇതിനൊന്നും ഒരു മുട്ടുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ആണല്ലോ വിഷു. അപ്പം ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും വർഷമായിട്ടും കണി കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ചേട്ടാ ഹലോ നീ കൊണ്ടുപോടാ പോയി കുഴയിൽ പോ. സമയത്തിന് കുഴല് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അപ്പോൾ നമ്മൾ വിഷുവിന് ഈ നമ്മൾ കണി കാണുന്ന സാധനങ്ങൾക്കൊന്നും ഒരു വർഷത്തേക്ക് നമുക്കൊരു മുട്ടുണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ ഞാനും വിശ്വസിക്കുന്നുണ്ട്. മതിയാക്ക്, ഞങ്ങൾ പോണം. ഞങ്ങളെ പൈസ ഞങ്ങൾ പോണം. നിനക്ക് പൈസ നീ ഇറങ്ങി ഇവിടെ ആരും ഒന്നും നടത്തൂല. ഞങ്ങളെ കൂടെ ക്യാമറ ഞങ്ങൾ രാവിലെ പോലെ വിശന്ന് ഇവിടെ എടുത്തിട്ട് പോടാ ഞങ്ങളെ കയ്യണ്ടല്ലേ കയ്യ തഴമ്പാണ്ടാണ്. നീ എന്നെ
സുരേഷ് നീ ഇത് എന്നിട്ട് അവന്റെ ജാടയും പോരും ബഹളം. നീ ഇത് ചുമ്മാ ഇരി. നീ നിന്റെ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലടേ നിനക്ക് അടിക്കാനാ ഞങ്ങൾ വന്നത്. അപ്പൊ അടിച്ചാണ്ടാ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ അടിക്കാനാ. എറിയടാ നീ, എറിയടാ, എറിയടാ. എന്നെ ചേട്ടാ എന്തുവാ ചേട്ടാ ഞാൻ പോവാണ്. പോടാ, നേരെ കൊണ്ട് സഹിക്കണം. ഇപ്പൊ ആ ചേച്ചിയുടെ അയ്യ ഞാനല്ല അതാ അവിടെ അവിടെ നോക്ക്. അയ്യയ്യേ. ചേട്ടാ ഏ? താൻ അങ്ങോട്ട് മാറിപ്പോയി എറി എന്റെ ഫ്രണ്ടിൽ എടേ അണ്ണാ ഹലോ ഞാൻ ഒരു നീ മാറ്. 5 മിനിറ്റ് ഒരു സാധനം കൂടെ എന്ത് സാധനം ഇനി ഇവിടെ 5 മിനിറ്റ് എന്ത് 5 മിനിറ്റ് നടക്കൂല. ആ, മിണ്ടാതിരിക്കെ സംസാരിക്കുന്നേ നീ എന്റെ പെറളം കാണാൻ വീണ ഡേയ് ചിസ്. അങ്ങോട്ട് പോടോ എന്തിനാ ഞാൻ അങ്ങോട്ട് പോണത്? അവൻ ഇങ്ങോട്ട് വരട്ടെ. അവൻ നല്ല അന്തസ്സുള്ളവനെ അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്? മാറിയിരിക്കും എന്തത് ഡേയ്, ഡേയ്. നീ എന്തിനാടാ? നീ എന്തിനാടാ? പോടാ. പോടാ. എടാ, എന്റെ അറിഞ്ഞിട്ട് എന്റെ ഒന്നും വേണ്ട. ഇറങ്ങടാ. ഡേയ് ഡേയ് ആർട്ടിസ്റ്റിന്റെ ദേഹത്ത് എടുത്തിട്ട് എറിയല്ലേ. എന്താടാ നീ എന്തിനാ തന്നെ എന്തിനാ നീ? ഡേയ്, അവരുടെ ദേഹത്ത് എടുത്ത് എന്തിനാടാ നീ എന്തിനാടാ നീ എന്തിനാ പോടാ. പോടാ നീ എന്റെ നാട്ടിൽ വന്ന് എന്താ? ഇത് ഞങ്ങളെ നാടാണോടാ? ഞങ്ങൾക്ക് പ്രത്യേക നാടൊന്നുമില്ലടാ. ഡേയ് 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 എടേ നിങ്ങൾ ഈ ചുമ്മാ അലമ്പാക്കാതെ എന്നെ കൊണ്ടാക്ക് ഞാൻ കൊണ്ടാക്കാൻ നിൽക്കും ഒരു മിനിറ്റ് നിന്നെ ആക്കാടാ ഞാൻ എന്തോന്ന് എനിക്ക് ശ്രുതി എനിക്ക് ശ്രുതി ഒരു മിനിറ്റ് ഇവിടെ ഈ- എവിടെയാണ് ഇവിടെയാണ് ഇരിക്കുന്നേ പോ ചേട്ടാ ഞാൻ പോവാ പോ, കൊച്ചു പോ. അതാണ് നല്ലത്, കൊച്ചു പോ. നീ തീരുമാനിക്കണം ആ കുറ്റപ്പണം നീ തീരുമാനിക്കണം ആ, സുനി, ദാ, പോടാ. എടേ എടേ നിങ്ങൾ ഇത്ര എന്ത് കാല് പിടിക്കാടേ അവന്റെ അടുത്ത് മര്യാദയ്ക്ക് നിങ്ങൾ നിൽക്കാൻ കാല് പിടിക്കാടേ നിങ്ങളുടെ ഇതിന് കാര്യം എന്തിനാ പിടിക്കണത്? അവൻ കാല് പിടിക്കട്ടെ. ആര്? അവൻ എന്റെ കാല് എന്റെ പട്ടി പിടിക്കൂടാ എന്റെ പട്ടി അയ്യേ, അതും പട്ടി പറ്റും. പിടിക്കും അവരെ ദേഹത്തൊന്നും എടുത്തിടരുത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ പോയി തീക്കി സാറിവിടെ കണ്ടല്ലേ ഇത് സാറ് കണ്ടോണ്ടിരുന്നേ ക്യാമറയൊക്കെ എടുത്ത് മാറ്റി. ക്യാമറയൊക്കെ എടുത്ത് മാറ്റി. പോ, പോ, പോ. യവനെ ഇവിടെ ക്യാമറ മാറ്റിക്കോ. ശരി, നിങ്ങൾ നീ എന്ത് ക്യാമറ ചെയ്യും? മാറ്റിക്കോ. ക്യാമറ കിട്ടിയില്ല. അതിന്റെ പൈസ ഇന്റെ പൈസ എന്ന് പറഞ്ഞാ പോടാ 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 ചേട്ടാ എന്റെ ഫോൺ താ ഞാൻ പോവാ ചേട്ടാ ഇതെന്തോ ഇവിടെ പോകണ്ട അത് വണ്ടി ഇപ്പൊ വരും വണ്ടി ഇപ്പൊ വരും. മേഡം കണ്ടാലേ അവൻ തന്നെ എന്നെ ഈ കിടന്ന് അടിച്ചത് വന്നു അപ്പം നിങ്ങളല്ലേ അവരെ വിളിച്ചോണ്ട് വന്നത് ഞാൻ വിളിച്ചാലേ ഞാൻ സുനി വിളിച്ചിട്ട് വന്നത് അവൻ വന്നിട്ട് എന്ത് ബോസ് ഇവിടെ കാണിച്ച് നീ ഇതുപോലെ കണ്ടോണ്ടാണ് നീ ലൊക്കേഷൻ അങ്ങോട്ടെങ്ങാനും പോയി ഇതല്ല, നമ്മളെ അറിയാൻ നിൽക്കാണ്. ചേച്ചി അങ്ങോട്ട് കാര്യം പിടിച്ച് മാറ്റും. നമ്മളെ പിടിച്ചു ഇല്ലെങ്കിൽ നമ്മുടെ സ്വാമ. ഇതെന്തോ ചേട്ടാ എന്റെ ലൊക്കേഷൻ തിരക്കടാ അടിച്ചൊണ്ടല്ലോ. എന്റെ അടുത്ത് പോ അടിച്ചൊണ്ടല്ലോ. ലൊക്കേഷൻ തിരക്കടാ അടിച്ചൊണ്ടല്ലോ. ലൊക്കേഷൻ തിരക്കടാ അടിച്ചൊണ്ടല്ലോ. മേഡം ഇപ്പൊ ഒന്ന് വിളിക്കോ ഇപ്പൊ ഒന്ന് വിളി മേഡം അടിച്ചൊണ്ടല്ലോ. ഈ പോന്ന് പിടിക്ക് പോന്ന് പിടിക്ക് നിന്നെ പോടാ ചേട്ടാ ഇത് എന്തോ എന്നെ കൊണ്ട് വീട് കൊണ്ടുവിടാം ഇത് വിളിച്ചോണ്ടില്ല ആ വണ്ടിക്കാരൻ കൂടെ വന്നോട്ട് ആ സതീഷിന്റെ വണ്ടി 6000 എടുത്തോണ്ട് പോയി ശ്രുതികയല്ലേ ഇത് ഓ പിന്നെ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ ഇത് യവനല്ലേ ശ്രദ്ധിച്ചോണ്ടിരുന്നത് സാറേ മറ്റേ സീരിയൽ നമ്മൾ വന്നു സീരിയലുള്ള ഓ നിങ്ങൾക്ക് അതും അറിഞ്ഞൂടെ ഇടേ പിന്നെ ഇത് ആരെ വിളിച്ചോണ്ടെന്ന് ഞാൻ ചെയ്തത് ഇത്? പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇതായിപ്പോയി. അയ്യോ പിന്നെ നിങ്ങൾക്ക് ഈ വർഷം കൂടെ തന്നെ വർക്ക് ഇപ്പം കൂടെ തന്നെ ഇനി അടുത്ത വർഷം തൊട്ട് ഇങ്ങോട്ട് വരണ്ട ചാനലിലേക്ക് വരണ്ട അവിടെ ഒന്ന് പൈസയും വാങ്ങിക്കാൻ വരണ്ട പക്ഷേ നല്ലൊരു കൊച്ചിന്റെ ദേഹം മൊത്തം വേറെ വർക്കിന്റെ എന്തിനാ പറഞ്ഞിടാ മജ ചേട്ടാ എന്നെ കൊണ്ട് വിട് ചേട്ടാ കൊണ്ടുവിടാം ഞാൻ കൊണ്ടുവിട്ടാൽ മതിയാ സാബു കൊണ്ടുവിടാം സാബുച്ചേട്ടൻ കൊണ്ടുവിടാം സാബുച്ചേട്ടൻ കൊണ്ടുവിടാം രേത്ത് കൊണ്ടുവിടാം പിന്നെ അത് നമ്മൾ അനിൽ വരപ്പം നമ്മൾ ടീമായിട്ട് ചെന്ന് നിന്ന് കൊണ്ടുവിടാം റൂട്ട് എവിടെയായിട്ട് വന്ന കറക്റ്റ് തിരുവനന്തപുരം സതീഷേട്ടാ വീട് എങ്ങനെ വന്നാൽ ഇവിടെ നേരെ പോയിട്ട് നേരെ പോയിട്ട് അത് കറക്റ്റ് ഞാൻ അവിടെ കൊണ്ടെത്തി അല്ലേ സാബു എന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴാണ് ചിരിക്കുന്നത് എവിടെ ജസ്റ്റ് ഒരു സ്പാർക്ക് സാബു എന്ന് വരട്ടെ എനിവിടെ മാറിക്കൂടെ ഇതൊന്ന് ഷൂട്ട് ചെയ്യ
ചെയ്യല്ലേ. ഇതാണ് നേരത്തെ വിഷു. ഇതാണ് വിഷുവിന്റെ ഓ മൈ ഗോഡ്. ഇത് കവിത ടീയുടെ ഓമായി കൊണ്ട പ്രോഗ്രാം അതെ. സാർ ഇന്നലെ വിളിച്ചു. നീലയൊക്കെ വാരി തേച്ച് സാബുനെ നീലത്തി മുക്കി എടുത്തതാണ്. അതല്ലെങ്കിൽ അത് വോയിസ് വരെ മാറ്റി വന്നു, അല്ലെങ്കിൽ വന്നാൽ നിങ്ങൾ പിടിക്കൂലേ. ശ്രുതികയുടെ അടുത്ത കൂട്ടുകാരി ഇല്ല ഇന്നിവിടെ. ആ വിനീത വിനീത വന്നു. വിനീത വിനീത വിനീതയാണോ അത് വെച്ചത്? ഓ വിനീതയാണ് നിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തത്. കൂട്ടുകാരി തന്നെയാണ് വന്ന പണി. ഒരു ശത്രുവിനോട് പോലും ഇങ്ങനൊന്നും ചെയ്യരുത്. എന്നോട് തന്നെ ഇത് വേണമായിരുന്നോ? എന്റെ വിഷു വിഷു മൊത്തത്തിൽ കൊളമാക്കില്ല. ഇതാണ് നേരത്തെ വിഷു. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം. ഓമൈ കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ നേരെയാണ്.